നമ്മുടെ തന്നെ കേരളത്തിൽ ഒരുപാട് കെട്ടുകഥകൾ അല്ലെങ്കിൽ മിത്ത് അതിനെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. ഇപ്പം വരാൻ പോകുന്ന സിനിമകളുണ്ട്. നമ്മൾക്ക് ഈ ഇടയ്ക്ക് റിലീസായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത് ആ ഒരു മിത്തിനെ ബേസ് ചെയ്തുള്ള സിനിമകളാണ്. ഇനി വരാൻ പോകുന്ന കടമറ്റത്ത് കത്തനാരാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മിത്തുകളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സിനിമയാണ്. എന്നാൽ ഓണം എന്ന് പറഞ്ഞ നമുക്കറിയാം, ഓണം എന്ന് പറഞ്ഞ എന്താ സിനോറിയ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. മഹാബലിയെ ബേസ് ചെയ്താണ് ഓണം എന്ന് പറയുന്നത്. എന്നാൽ ഇതുവരെ അങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. അതായത് ഓണത്തിലെ മഹാബലിയെ ബേസ് ചെയ്തും വാമനെ ബേസ് ചെയ്ത് ഒരു സിനിമ വന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ അങ്ങനെ സിനിമ വന്നിട്ടുണ്ട്. ആ ഒരു സിനിമയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓണത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ മഹാബലിയെ ബേസ് ചെയ്ത് സിനിമ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ ആരും എടുത്തിട്ടില്ല. പക്ഷേ എന്നാൽ അങ്ങനെ ഒരു മലയാള സിനിമ വന്നിട്ടുണ്ട്. 1983 മഹാബലി എന്ന് പറഞ്ഞ ടൈറ്റിലിൽ തന്നെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. ജെ ശശികുമാർ സംവിധാനം ചെയ്ത് പ്രേം നസീർ സെൻട്രൽ ക്യാരക്ടറിൽ വന്ന സിനിമയാണ് മഹാബലി എന്ന് പറയുന്നത്. ഈ മഹാബലി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മഹാബലിയുടെ ബേസ് ചെയ്ത് തന്നെയാണ്. അതായത് മഹാബലി ആ ഒരു രാജാവായ കാര്യവും അതിനുശേഷം മുന്നോട്ട് തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും പിന്നെ വാമനൻ വന്നതിന് ശേഷം, അതായത് നമുക്കറിയാം ആ ഒരു മഹാബലിയുടെ ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു നൈസായിട്ടൊന്ന് ഒതുക്കണമെന്ന രീതിയിൽ വന്ന് ആ വാമനം ചെയ്ത് വാമനം ചവിട്ടി താഴ്ക്കുന്ന വരെയുള്ള ആ ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഒരു സിനിമയിലും കാണിക്കുന്നത്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ 1983 ആ ഒരു സന്ദർഭത്തിൽ അതിനെ മികവുറ്റുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്തു ജെ ശശികുമാർ എന്ന് പറഞ്ഞ സംവിധായകൻ. അത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 100 മേളിൽ സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ്. അത്രത്തോളം കഴിവുള്ള വ്യക്തിയാണ് ശശികുമാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ പ്രേം നസീറിനെ വെച്ച് മനോഹരമാക്കിയ ഒരു സിനിമയാണ് ഈ മഹാബലി എന്ന് പറയുന്നത്. പ്രേം നസീറിനെ കൂടാതെ ജയഭാരതി ഉണ്ട്, ഉണ്ണിമേരി ഉണ്ട്, അടൂർ ഭാസി ഉണ്ട്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ പറയുന്ന പോലെ പുരാണം പറയുമ്പോൾ ഒരു പ്രസൻറ്റേഷൻ രീതി ഉണ്ടായിരുന്നല്ലോ. അതായത് കുറേ സ്റ്റുഡിയോയിൽ വെച്ച്, കാരണം ആ ഒരു സമയത്ത് ലിമിറ്റഡ് ബഡ്ജറ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡിയോയിൽ ഈ പറയുന്ന ദേവലോകം ക്രിയേറ്റീവ് അങ്ങനെയുള്ള, അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഇവിടെ കാണിക്കുന്നത്. പക്ഷേ മനോഹരമായ രീതിയിൽ തന്നെയാണ് സിനിമയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മഹാബലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ എന്തുകൊണ്ട് ഈ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ അതിനെ ബേസ് ചെയ്തൊരു സിനിമ വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം ആണ്. എടുക്കാനുള്ള മടി കൊണ്ടാണോ, അല്ലെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണോ എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഓണത്തെ ബേസ് ചെയ്ത് വരുമ്പോൾ, ഓണം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനൊരു സിനിമ വന്നില്ല, കഥാപാത്രം വന്നില്ല. 1983 ആ ഒരു സിനിമ സംഭവിച്ചതെന്ന് ഓർക്കണം. ഇപ്പോൾ ഏകദേശം എത്ര വർഷം കഴിഞ്ഞു? 40 കൊല്ലത്തോളം, 40-42 കൊല്ലമായി. പിന്നീട് അങ്ങനെ ഒരു സംഭവം വന്നില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് പറയുന്നത്, നമുക്കിപ്പം ഇനി വരാൻ പോകുന്ന സിനിമകളെല്ലാം ഇതുപോലെ കഥാപാത്രങ്ങളെ ബേസ് ചെയ്തായിരിക്കും വരാൻ പോകുന്നത്. ഒരുപക്ഷെ ഇനിയൊരു മഹാബലി എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തെ ബേസ് ചെയ്ത് ഇനി സിനിമ വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.